ഖത്തറിന് നാട്ടിലേക്ക് വരുമ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ ഈ മസാലപ്പൊടി. ഇതുകൊണ്ട് നമുക്ക് മജ്ബൂസ് കബ്സ പോലത്തെ എല്ലാ ഫുഡുകളും ഉണ്ടാക്കാൻ പറ്റും. ഇതുകൊണ്ട് ഇന്ന് നമുക്ക് കബ്സ ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെ ആദ്യം തന്നെ കുറച്ച് കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട എടുത്ത് വെച്ച് എന്നിട്ട് ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ച് നിങ്ങൾ ആരെങ്കിലും കബ്സ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നോക്കിക്കണം. എന്നാലൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, അടിപൊളിയാണ്. അങ്ങനെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സ്പൈസസ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2 സവാള കട്ടാക്കിയതും അതിലേക്ക് ഇട്ട് 2 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് 2 സ്പൂൺ കബ്സ മസാല ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കണേ. എന്നാലേ നല്ലൊരു ടേസ്റ്റ് റൈസിൽ നമുക്ക് കിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് 2 തക്കാളി ജ്യൂസ് അടിച്ചതും അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്തിട്ട് കഴുകി വെച്ച ചിക്കൻ മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് ചിക്കൻ മേൽ മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്ത് എന്നിട്ട് 5 മിനിറ്റ് വീതം അവിടെ മൂടി വെച്ച് 2 ഭാഗവും ഒന്ന് വേവിച്ചെടുത്ത് ഞാൻ ഇന്ത്യ ഗേറ്റിന്റെ വൈറ്റ് റൈസ് ആട്ടോ വാങ്ങിയത്. അതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് എരിവിന് പാകത്തിലുള്ള പച്ചമുളക് ഇട്ട് 1 ഡ്രൈ ലെമണും അതിലേക്ക് ഇട്ട് അവിടെ മൂടി വെച്ച് ഇനി അതൊന്ന് തളിച്ച് വരട്ടെ. അരി കഴുകി 20 മിനിറ്റോളം വെള്ളത്തിൽ പുതിർത്തി വെച്ചതാട്ടോ. അങ്ങനെ അരിയിലെ വെള്ളമൊക്കെ വാർത്ത് മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് അവിടെ മൂടി വെച്ച് ഇനി മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെന്ത് വരട്ടെ. ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ വെള്ളമൊക്കെ പറ്റി 1/4 ഭാഗം വേവായപ്പം അതിലെ കുറച്ച് മല്ലിച്ചപ്പൂട്ട് അവിടെ മൂടി വെച്ച് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇനി ഒരു 10 മിനിറ്റ് കൂടി അങ്ങനെ വെച്ചാൽ നമ്മളെ കബ്സ റെഡി. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് മേശമ കൊണ്ടുപോയി വെച്ച് എന്നിട്ട് എല്ലാവർക്കും പ്ലേറ്റിലേക്ക് വിളമ്പി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടോ. സംഭവം അടിപൊളി. വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.